ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമുക്ക് നേരെ തൊഴാനായിട്ട് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണതെന്ന് അറിയാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ പോയിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കതിലേ വരാം. അങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതിയെ ഒന്ന് പോയി തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ വലിയ ബലിക്കല്ല് കാണാം. കൊടിമരത്തിൻ്റെ അടുത്തുള്ള വലിയ ബലിക്കല്ല്. അതിൻ്റെ അടുത്തേക്ക് മുഖത്തേക്ക് മേലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതേപോലെ ഒരു മഹാലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹം കാണാൻ നടുക്കായിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇടതേ സൈഡിലുള്ള ഒരു നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതൊന്ന് നോക്കി സ്മരിക്കുക അദ്ദേഹത്തെ. വലതേ സൈഡിലുള്ള ആ തൂണ് നോക്കിയിട്ട് സ്മരിക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. എന്താ വെച്ചാൽ ചെറിയൊരു പാമ്പ്, അതിൻ്റെ മുകളിൽ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. കാളിയം പാമ്പിൻ്റെ മുകളിൽ ഉള്ള നൃത്തം ചെയ്യാച്ചാൽ വലത് കാലം ഇങ്ങനെ വെച്ച് ചവിട്ടിയിട്ട് നിൽക്കുകയാണ്. നൃത്തം ചെയ്യാൻ തന്നെയാണ്. ഓടക്കുഴലുണ്ട്. ഇടത്തെ കയ്യിൽ കാളിയം പാമ്പിൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണിയാണ്, വലുതല്ല, ചെറുതായിട്ടുള്ളൊരു ഉണ്ണിയാണ്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 ഉണ്ട്. അതേപോലെ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയും പിന്നെ ഒരു സ്വർണ്ണ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, അരമണി കിങ്ങിണി കാണാനുണ്ട്, കാൽപാദത്തിൽ കാൽവളകൾ കാണാനുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു അലങ്കാരം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിലാണ്. ചെറിയൊരു ഉണ്ണിയാണ്, അതേപോലെ ചെറിയൊരു പാമ്പും. നല്ല രസമായിട്ട് തന്നെയാണ് അലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം തൊഴുത് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്കുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് ആ തിടപ്പള്ളി നോക്കി തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് ചുവരിൻ്റെ മുകളിലെ ആലിലക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ പ്രാർത്ഥിച്ച് തൊഴുത് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കോർണർ കൂടെ വരുമ്പോൾ ആ ചെറിയ ഗണപതിയെ തൊട്ട് തലോടാം. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരാം. അതിനുശേഷം നേരെ നമ്മൾ ആനന്ദപത്മനാഭസ്വാമിയെ കണ്ട് തൊഴുക. അതവിടെ തൊഴുതതിന് ശേഷം നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണനെ കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടുവരുമ്പോൾ ബാക്കി ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത്
ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് തൊഴുത് അങ്ങനെ വരിക. അങ്ങനെ വന്ന് മണിക്കിണർ നോക്കി തൊഴുക. അതേപോലെ ചെറിയ നൃത്താറയിൽ നോക്കി തൊഴാം. അതിനുശേഷം നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ട്. ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. എന്നിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ തൊഴുതുമ്പോൾ ആ കാളിയമർദ്ദൻ രൂപിയെ ഒന്നുകൂടി കണ്ട് തൊഴാം. അതിനുശേഷം കൂത്താമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അവിടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ടും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെ കണ്ട് തൊഴുക. അതിനുശേഷം കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. എന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് നമുക്ക് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അവിടെയും അത് ആ നടുക്കിലുള്ള കുളത്തിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ കണ്ട് പ്രണമിക്കാം. പിന്നെ അങ്ങനെ പൂന്താനത്തിൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അവിടെ ഒന്ന് ഭജനയൊക്കെ കേൾക്കാം. എന്നിട്ട് ആ പൂന്താനത്തിൻ്റെ വിഗ്രഹത്തെ ഒന്ന് നമിക്കാം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ഭഗവതിയുടെ നടയിൽ വന്ന് ഒന്നുകൂടി തൊഴാം. അതിനുശേഷം കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് വന്നിട്ട് കൂവളമരത്തിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും കൂടി അനുഗ്രഹം ലഭിക്കും. നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ശരിക്കുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല.